റിച്ച് പേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പ്ലെയിൻ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. കോട്ടണിൽ വരുന്ന ഗ്ലേസ് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. നല്ല ഇത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ ആണ്. നമുക്ക് കുർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതൊക്കെ പ്ലെയിൻ മെറ്റീരിയൽസ് ആണ്. ഇതുപോലെ പ്രിൻസസ് കട്ട് അതുപോലെ വുഡൻ ബട്ടണൊക്കെ വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്ത് കുർത്തി സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇടുകയാണെങ്കിലും നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ചെറിയൊരു ഗ്ലേസ് അതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഗ്ലേസ് കോട്ടൺ എന്ന് പറയുന്നത്. നല്ല മെറ്റീരിയൽസ് ആണ്. കുർത്തിക്കോ പാൻറ്റിനോ നമ്മൾ ഈ ടസർ സിൽക്ക് ചുരിദാർ സെറ്റുകളൊക്കെ വരുമ്പോൾ അതിൽ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം പീസ് മിക്കതും ഈ ഒരു ഗ്ലേസ് കോട്ടൺ ആയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് പാൻറ്റായിട്ടും പെൻസിൽ പാൻറ്റ്, സ്ട്രെയിറ്റ് പാൻസ്, ചുരി ബോട്ടം ഒക്കെ പാൻസിനും നല്ലതാണ്. അതുപോലെ ഷർട്ടിങ്സിന് ബെസ്റ്റാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മാച്ചിങ് ആയിട്ട് നമ്മളിവിടെ ഗ്രൂപ്പ് വൈസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഗ്ലേസ് കോട്ടൺ കൊണ്ടാണ് നമ്മൾ ഷർട്ട്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. നമുക്ക് ലൈനിങ് ഇട്ടില്ലെങ്കിലും ഷർട്ട്സിനൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെയും ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ എടുക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മെറ്റീരിയൽസ് ആണ്. അതിൽ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്, വേഗം തന്നെ കാണാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയൊരു ഗ്ലേസിങ് വരും. സാധാരണ കോട്ടണിലെ ഗ്ലേസിങ് വരില്ല. ഇത് ഒരു നല്ലൊരു മെറ്റീരിയലാണ്. കണ്ടോ, ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഗ്ലേസ് ഈ ഒരു സർഫസിൽ വരുന്ന പോലെയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നന്നായിട്ട് ഈട് നിൽക്കുന്നതാണ്, നന്നായി ലാസ്റ്റ് ചെയ്യുന്ന, നമുക്ക് കുർത്തി ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന, ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്, ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. എല്ലാ മെറ്റീരിയൽസും പ്രൈസ് ചെയ്യുന്നത് 150 rupees per meter. നെക്സ്റ്റ് വൺ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ. നമുക്ക് നല്ല റോയലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതിലെല്ലാം ഇങ്ങനെ തന്നെ കേട്ടോ. 44 ഇഞ്ചസ് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വീതിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, ഇപ്പോൾ കുർത്തിക്കൊക്കെ ആണെങ്കിൽ നോർമലി 2.5 മീറ്റേഴ്സ് എടുത്താൽ മതിയാവും. ഇനി 3 പീസായിട്ട് നമ്മൾ പാനൽ കട്ടിങ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ 3 or 3.5 ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അത് നിങ്ങളുടെ ഐഡിയ പോലെ ഓരോ ഡിസൈനിനനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ നമുക്ക് എടുക്കേണ്ടി വരിക. ഒരു നോർമൽ കുർത്തി സ്ലിറ്റഡ് ഒക്കെ ആണെങ്കിൽ 2.5 എടുത്താൽ മതിയാവും കേട്ടോ. 150 rupees ആണ് പെർ മീറ്റർ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. നമുക്കിതിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കുർത്തിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബോട്ടത്തിനും പറ്റും. നമുക്ക് ബോട്ടിൽ ഗ്രീൻ എപ്പോഴും ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. ഈ ബോട്ടിൽ ഗ്രീനിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഗ്ലേസ് കോട്ടണിൽ വരുമ്പോൾ കണ്ടു ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരും ഈ ഒരു ഗ്ലേസിങ് ഉള്ളത് കൊണ്ട്. അപ്പോൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് കുർത്തയ്ക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ തന്നെ കോമൺ ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഇതുപോലെ കഴിഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. ആവശ്യക്കാരെടുക്കാം. ബ്ലാക്കും ഇതുപോലെ നല്ല നല്ല കട്ടിയുള്ള ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് പോലെ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ആണ്. ഒരു ഓഫ് വൈറ്റിലേക്ക് വരും കേട്ടോ. നല്ല പ്യുവർ വൈറ്റ് അല്ല, മിൽക്കി വൈറ്റ് എന്ന് പറയാം. ഇങ്ങനെയാണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. ഇത് തന്നെ ഗ്ലേസ് കോട്ടണിൽ തന്നെ ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള വൈറ്റ് ഫാബ്രിക്. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നേവി ബ്ലൂവിലും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലേസ് കോട്ടൺ ആയതുകൊണ്ട് നല്ല ഡാർക്കാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ കാണുന്നില്ലേ, ഒരു സൈഡിൽ നിന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരുന്ന പോലെ നല്ല ഡാർക്കാണ്, ഡാർക്ക് നേവി ബ്ലൂ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. പർപ്പിൾ ഷെയ്ഡിലും ഇങ്ങനെ ഈ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട്. വൈൻ കളർ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റാണ്. പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കറക്റ്റ്. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ചും കൂടെ ഒരു ക്രിസ്മസ് റെഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു റെഡാണ്. അത്ര ഒരു എന്താ പറയുക, ഈ ഒരു ബ്രൈറ്റ്നെസ് കൂടുതലുള്ള റെഡല്ല, ഒരു മെറൂണിലേക്ക് വരുന്ന പോലത്തെ നല്ല റെഡാണ് കേട്ടോ. ഇത് നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നെസ് കൂടിയിട്ടുള്ളൊരു റെഡായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ റെഡ് ഷെയ്ഡിൽ നമുക്ക് നന്നായിട്ട് കുർത്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ. അതിലൊരു യെല്ലോയിഷ് ക്രീം എന്നൊക്കെ പറയാം. ഇതിൻ്റെ എഡ്ജ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ക്രീം തന്നെയാണ്, അതിലൊരു ലൈറ്റ് യെല്ലോ കയറി വരുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു സ്കിൻ കളർ എന്നൊക്കെ പറയാം, ഒരു ന്യൂഡ് ഷെയ്ഡിലൊക്കെ വരുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഗ്രേ ആണ്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഒരു ഡാർക്കല്ല, നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ, നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ഇങ്ങനെ നമുക്ക് മടക്കുമ്പോൾ ആ ഒരു ഗ്ലേസിങ്, ആ ഒരു ഷൈനിങ് വരുന്ന ആ ഒരു കോട്ടനാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ്, ലൈറ്റ് ഗ്രീനിൽ വരുന്ന ഗ്ലേസ് കോട്ടൺ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ബേബി യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് കുർത്തികൾക്കൊക്കെ ഈ ഒരു യെല്ലോ ആൻഡ് ഗ്രീനൊക്കെ വെച്ചിട്ട് പെയർ ചെയ്ത് നല്ല ഭംഗിയാണ്. തൊട്ട് മുന്നേ കണ്ട ഒരു ഗ്രീനും ഈ യെല്ലോയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ലാവൻഡറിൻ്റെ തന്നെ കുറച്ചൊരു ഡാർക്കസ്റ്റ് വേർഷനാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്, ഒരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോട്ടൺ ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വാട്സാപ്പിൽ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. ഏത് മെറ്റീരിയൽസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പ്രോഡക്റ്റ് കോഡ് സഹിതം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതിയാവും കേട്ടോ. ഓരോ പ്രോഡക്റ്റിനും നമ്മൾ കോഡ് അടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോഡാണ് പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള മാർഗം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അയക്കരുത്, ആ പ്രോഡക്റ്റ് കോഡ് സഹിതം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇന്ത്യൻ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC കൊറിയർ സർവീസ് വഴിയായിട്ടാണ് നമ്മൾ പാഴ്സൽസ് ഡെസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുള്ളവർ ഇന്ത്യൻ പോസ്റ്റ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും ഒരു നമുക്ക് ഫർദർ റെഫറൻസിന് ആവശ്യമാണ് ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ. നിങ്ങൾക്ക് പാഴ്സൽ കിട്ടുമ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്യുന്നത് വീഡിയോ എടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അതുപോലെ നേരിട്ട് വരേണ്ടവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂരാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ് പുത്തൂർക്ക് പോകുന്ന റോഡിലേക്ക് തിരിയുമ്പോൾ 7th ഡേ സ്കൂൾ കാണും. സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് എരവത്ത് ലൈൻ എന്ന് പറയുന്ന ഒരു പോക്കറ്റ് റോഡ് വരുന്നുണ്ട്. ഉള്ളിലേക്ക് കടന്ന് ഒരു കഷ്ടി 1/2 കിലോമീറ്റർ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആണ് നമ്മുടെ ഷോപ്പ് ELRI 44. നിങ്ങൾക്ക് നേരിട്ട് വരാം. നമുക്കിവിടെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഓൾ ടൈപ്സ് ഓഫ് സ്റ്റിച്ചിങ്, ബ്രൈഡൽ സ്റ്റിച്ചിങ്, ബ്ലൗസസ്, ഫ്രോക്സ്, അതുപോലെ സൽവാർ, കുർത്തീസ് എല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ജെൻസിൻ്റെയും നമുക്ക് ജുബ ടൈപ്പ് കുർത്താസ് ഒക്കെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ളവർ നേരിട്ട് വന്ന് നമ്മുടെ കളക്ഷൻസ് ഒക്കെ കണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദൂരെയുള്ളവർക്ക് നിങ്ങൾ സൈസ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സ്റ്റിച്ചിങ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ കെയറിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വാട്സാപ്പ് നമ്പറിൽ വിളിക്കാതിരിക്കാൻ നോക്കുക. അതെപ്പോഴും മെസ്സേജസ് വരുന്നത് കൊണ്ട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോൾ ചെയ്യുന്നവർ കസ്റ്റമർ കെയറിൽ വിളിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 10 to 6 PM ആണ്. അപ്പോൾ അതിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എൻക്വയറീസിനും ആൻസർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ അധികം കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും പുതിയ കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.